ഞങ്ങൾ പറഞ്ഞൊരു ആന ഒറ്റയ്ക്ക് പോയൊരു കാൽപ്പാട് കണ്ടു. അപ്പോൾ ആ വഴിക്ക് തന്നെ ഞങ്ങൾ ഒരു 15 കിലോമീറ്ററോളം കയറി. ചാനയുടെ തൊട്ടടുത്ത് നിന്ന് ആന അനങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ആനയെ കണ്ടപ്പോൾ ഞങ്ങൾ നമ്മുടെ ആന തന്നെ അന്ന് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അന്നേരം മനസ്സിലായി. ഇതിൻ്റെ രണ്ടാം പാപ്പൻ ഉണ്ടായിരുന്നു. ഏറെ കാത്തിരിപ്പുകൾക്കും എല്ലാം വിരാമമിട്ടുകൊണ്ട് ഇപ്പോൾ പുതുപ്പള്ളി സാധു ഇപ്പോൾ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പാപ്പനോട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ശരി സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടെ ഞങ്ങൾ 2 ദിവസത്തെ ഷൂട്ടിനാണ് പോയത്. രാവിലെ ഷൂട്ട് തുടങ്ങി, ഒരു 10 മണിയായപ്പം 11 മണിയായപ്പോൾ ഷൂട്ട് തുടങ്ങി. ഒരു 2 ടേക്ക് എടുത്തപ്പോഴത്തേന് ഞങ്ങൾ ചോറിനാനും ആനയെ വിശ്രമിക്കാനും എല്ലാം കൊണ്ടുപോയി. വെള്ളം കൊടുക്കാനും പട്ട കൊടുക്കാനും എല്ലാം കൊണ്ട്. അത് കഴിഞ്ഞ് ഒരു 3:15 ഞങ്ങളെ വിളിച്ചു, ടേക്കിന് വന്നു. അന്നപ്പം കയറി നിന്നപ്പോൾ ഉള്ള സംഭവമാണ്. ആ മണികണ്ഠൻ, തടത്താവള മണികണ്ഠൻ ആനയെന്ന് പറഞ്ഞ് നമ്മുടെ ആനയുടെ പുറവശത്ത് വന്ന് കുത്തുമായിരുന്നു. അന്നപ്പോൾ തന്നെ ആന ഞാൻ അടുത്ത സൈഡിലായിരുന്നു, അങ്ങോട്ട് ആന ചരിഞ്ഞു. എന്നിട്ട് ആന അവിടുന്ന് ചാടി എഴുന്നേറ്റ് ആന ഫ്രണ്ടോട്ട് പോയി. ഞാനും നമ്മുടെ രണ്ടാമനും ഉണ്ട് കൂടെ ഉണ്ട്. ഞങ്ങൾ പുറകെ ഓടുക. അന്നപ്പോൾ ഈ ആന പുറകെ കുത്തിക്കൊണ്ട് പുറകെ വരിക. എന്നിട്ട് ആന കാടി കയറി നമ്മുടെ ലോറി കിടന്നിടത്ത് ആന ചെന്നു. അവിടുന്ന് പിന്നെയും കുത്താൻ ഒരുങ്ങിയപ്പോൾ ആന പിന്നെ നമ്മുടെ ആന കാടി കയറിപ്പോയി. പിന്നെ ഒരു 10-15 കിലോമീറ്റർ ഉൾക്കാട്ടി കയറി. രാത്രി 10-11 മണി വരെ നോക്കി. എസ്റ്റേയിൽ കണ്ടപ്പോഴത്തേന് ഞങ്ങൾ സാറുമാരും എല്ലാം കൂടെ ഇറങ്ങിപ്പോന്നു. പിന്നെ വെളുപ്പിനെ ഒരു 5 മണിയായപ്പോൾ ഇറങ്ങി. അവിടുത്തെ സാറുമാരെല്ലാം നല്ല സഹകരണം, നാട്ടുകാരും എല്ലാം നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരത്തെ കണ്ടുകിട്ടാൻ 8 ആയപ്പോഴത്തേന് കണ്ടുകിട്ടി. ചെന്ന് വിളിച്ചു. എന്നപ്പം തന്നെ ആന തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ആന അങ്ങനെ കാടി കയറി പോകുന്ന ഒരു ആനയല്ല, ശാന്തസ്വരൂപോ ഒരു ശാന്തശീലനാണ്. അങ്ങനെ നമുക്കറിയാം. എന്ന് ഉൾക്കാട്ടിലോട്ട് ആന കയറുകയെന്ന് നമുക്കറിയാം. റോഡ് സൈഡിൽ എവിടെ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് ആദ്യമായിട്ടുള്ള സംഭവം. ആദ്യമായിട്ട് ആരോഗ്യം എല്ലാം അവര് ഇതെല്ലാം കഴിഞ്ഞ് ആനയെ വണ്ടിയെ കയറ്റാൻ നേരത്തെ എല്ലാം ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ കയറ്റി വിട്ടേക്ക്. കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞാൻ ആഴ്ച ഒരു 3 പരിപാടി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ അലച്ചിലുള്ള പരിപാടി എടുക്കുകയല്ല. എന്ന് വെച്ചാൽ ആഴ്ച ഒരു 3 പരിപാടി, പിന്നെ റെസ്റ്റാ. ഇവിടുത്തെ സാറെന്ന് പറഞ്ഞാൽ അതുപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കും. പശുവും പാല്, അങ്ങനെ ടോണിക് ഐറ്റങ്ങൾ എല്ലാം. ഒരു മൃഗത്തിനെ നോക്കേണ്ട രീതി അല്ലാത്ത അതിനെക്കാട്ടും കൂടുതലാണ് പുള്ളി നോക്കുന്നത്. അതുപോലെ കൊണ്ട് നടക്കുന്ന ഒരു മുതലാളി, അതുപോലെ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ആനയ്ക്ക് യാതൊരു തിരിച്ചിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനത്തെ എല്ലാം ചെയ്താൽ എല്ലാവരും ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളും ഒത്തിരി എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആനപ്രേമികളും ഫോറസ്റ്റ് സാറുമാരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പ്രാർത്ഥന മാത്രമേ പറയാനുള്ളൂ. വേറെ എല്ലാവരും പ്രാർത്ഥന കാരണം കൊണ്ട് നമുക്ക് നേരത്തെ അങ്ങനെ കണ്ടുകിട്ടും. ഫോറസ്റ്റുകാരുണ്ടായിരുന്നു, അവർ നല്ല സഹകരണമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരുടെ ഒരു പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോ രാവിലെയോട് കൂടി ഇന്ന് രാവിലെ 5 മണി കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി. ഒരു 6-7 ബാച്ചായിട്ട് പല വഴിക്കും പോയി. അന്നേരം തന്നെ അവിടെ നമ്മൾ അന്നേരം തന്നെ വിവരം അറിയിക്കുക. അന്നേരം തന്നെ ആളുകൾ അന്നേരം തന്നെ അതിന് തൊട്ട് പുറകെ റോഡായതുകൊണ്ട് വരാനൊക്കെ സൗകര്യമായിരുന്നു വണ്ടിയിലൊക്കെ എല്ലാവർക്കും. അപ്പൊ രാത്രിയിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെ തന്നെ? രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. അപ്പൊ കാട്ടാനയെല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. മൃഗങ്ങൾ ഇവിടുന്ന് നമ്മളെ പെരുമ്പാമ്പിനെ എല്ലാം പിടിച്ചാലും അവിടെ കൊണ്ട് അഴിച്ചു വിടുന്നു കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. മൃഗങ്ങളെല്ലാം ഉണ്ട് അവിടെ. ലോറികളൊക്കെ വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലോറി ഇട്ടുകൊണ്ട് വണ്ടി തന്നെയായിരുന്നു. എന്തായാലും വിശ്രമത്തിന് ശേഷം അടുത്ത വീണ്ടും സിനിമ സെറ്റിലേക്ക് ഉണ്ട്. സിനിമ ഷൂട്ടിംഗ് ഉണ്ട്. ആനയ്ക്ക് അങ്ങനെയുള്ളത്. നമ്മുടെ ആനയ്ക്ക് യാതൊരു കലാപോയില്ല. ആന കുത്തിയ കാരണം, ഈ തടത്താവള മണികണ്ഠൻ പറഞ്ഞ ആന കുത്തിയ കാരണം കൊണ്ട് ഈ ആന പേടിച്ച് ഭയന്ന് പോയത്. ഒരു ഗാർഡ് ഞങ്ങളോട് പറഞ്ഞൊരു ആന ഒറ്റയ്ക്ക് പോയൊരു കാൽപ്പാട് കണ്ടു. അപ്പം നമ്മുടെ ആന കാൽപ്പാട് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഇരണ്ടം കണ്ടപ്പോൾ പനയോലൊക്കെ തിന്നതിൻ്റെ ഇതുണ്ട്. അതുകൊണ്ടുള്ള ആ വഴിക്ക് തന്നെ ഞങ്ങൾ ഒരു 15 കിലോമീറ്ററോളം കയറി കഴിഞ്ഞ് ചാനയുടെ തൊട്ടടുത്ത് നിന്ന് ആന അനങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ആനയെ കണ്ടപ്പോൾ ഞങ്ങൾ നമ്മുടെ ആന തന്നെ അന്ന് എനിക്ക് കണ്ടപ്പോൾ അന്നേരം മനസ്സിലായി. ഇതിൻ്റെ രണ്ടാം പാപ്പൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൺഫേം ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഉടമസ്ഥനെ അറിയിച്ചു. ഉടമസ്ഥ എല്ലാവരും അറിയിച്ചു. അങ്ങോട്ട് എല്ലാവരും വന്നു. വളരെ സന്തോഷം. മോശമാണ്. എന്തായാലും ഇപ്പോൾ പുതുപ്പള്ളിയിലെ ജന്മനാട്ടിലേക്ക് സാധു തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ തന്നെ കാത്തിരിക്കുന്നു. പൂർണ്ണ ആരോഗ്യ വയനാട് തന്നെയാണ് സാധു ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.